ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്നു. ജനങ്ങളെ കേൾക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് സങ്കല്പ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ജമ്മുകശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുവിലെത്തി. ശബരിമലയിൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് മണ്ഡലപൂജാ ചടങ്ങുകൾ നടന്നു. അയ്യനെ കണ്ട് മലയിറങ്ങി തീർത്ഥാടകർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും മൂടൽമഞ്ഞ് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുന്നു. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർ, MP-മാർ, MLA-മാർ, പ്രാദേശിക തല പ്രതിനിധികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ജനങ്ങളെ കേൾക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്മൂട് നെല്ലനാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഭരണാധികാരം എന്നതിനപ്പുറം ജനപ്രതിനിധി എന്ന നിലയിലാണ് പ്രധാനമന്ത്രി പ്രവർത്തിച്ചു വരുന്നത്. വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് ലഭിക്കുന്ന വൻ ജനപങ്കാളിത്തം ഇതിന് ഉദാഹരണമാണെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തിയാക്കിയ സന്ദർഭത്തിൽ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ആഹ്വാനമാണ് നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞവരുടെ സ്വപ്നങ്ങളിലുള്ള ഇന്ത്യ, അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്ന ഭാരതത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സർക്കാരും ജനങ്ങളും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ദേശം ഈ ഒരു ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമാണ്. സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികൾ ജനങ്ങളിൽ അത് എല്ലാവർക്കും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഉള്ള ഒരു പരിശ്രമം എന്നുള്ള നിലയിലാണ് ഈ വികസിത് ഭാരത് യാത്ര ഓരോ ഗ്രാമത്തിലും ഓരോ പഞ്ചായത്തിലും ഓരോ നഗരത്തിലും എത്തുന്നത്. വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. ഇന്ന് എറണാകുളം ജില്ലയിൽ രാവിലെ രാമമംഗലത്തും ഉച്ചകഴിഞ്ഞ് പാലാക്കുഴ ഗ്രാമപഞ്ചായത്തിലുമാണ് പര്യടനം. പത്തനംതിട്ട ജില്ലയിൽ 35 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി യാത്ര തുടരുകയാണ്. റാന്നി, പഴവങ്ങാടി, വെച്ചൂച്ചിറ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് യാത്രയെത്തും. തൃശൂരിൽ നൂറനാട് പഞ്ചായത്തിലാണ് ഇന്ന് യാത്ര. പടനിലം ക്ഷേത്ര പരിസരത്ത് പരിപാടി പുരോഗമിക്കുന്നു. കോട്ടയത്ത് പൂഞ്ഞാർ, എലിക്കുളം ഗ്രാമപഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഇന്നത്തെ പര്യടനം. രാജ്യത്തെ അധികാര കേന്ദ്രങ്ങൾ അഴിമതിയിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും മുക്തമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. നിയമത്തിന് മുന്നിലുള്ള സമത്വവും ഉത്തരവാദിത്ത ബോധവും രാജ്യത്ത് യാഥാർത്ഥ്യമായതായും അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിലെ റോത്തക്കിൽ മഹർഷി ദയാനന്ദ് സർവകലാശാലയുടെ 18ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സമൂഹത്തിലെ എല്ലാവരും നിയമത്തിന് വിധേയരാണെന്നും അതാണ് ജനാധിപത്യത്തിന്റെ സത്തയെന്നും ശ്രീ ധൻഖർ പറഞ്ഞു. ജമ്മു കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുവിലെത്തി. രാജ്ഭവനിൽ ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും കരസേന, അർദ്ധസൈനിക വിഭാഗങ്ങൾ, പോലീസ്, ഇന്റലിജൻസ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി അതിർത്തി മേഖലകളിൽ ശ്രീ രാജ്നാഥ് സിംഗ് സന്ദർശനം നടത്തും. നഗ്രോട്ടയിലെ 16 കോർപ്സ് ആസ്ഥാനത്ത് ഉന്നത സൈനിക കമാൻഡർമാരുമായും അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈസ് ഓഫ് ലിവിംഗ് എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. ഭൂമിയും സ്വത്തും, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, സ്കൂൾ വിദ്യാഭ്യാസം എന്നിവയാണ് സമ്മേളനം ചർച്ച ചെയ്യുന്ന 5 ഉപവിഷയങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. റെയിൽ, റോഡ്, വിമാന സർവീസുകളെ മൂടൽമഞ്ഞ് പ്രതികൂലമായി ബാധിച്ചു. 25-ലധികം ട്രെയിനുകൾ വൈകി ഓടുന്നതായി നോർത്തേൺ റെയിൽവേ അറിയിച്ചു. ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങൾ ഉൾപ്പെടെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള 110ഓളം വിമാന സർവീസുകളും വൈകി. കനത്ത മൂടൽമഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ വകുപ്പ് ഡൽഹിയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നാളെ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും മൂടൽമഞ്ഞ് കാരണമാകുമെന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ വായു ഗുണനിലവാരവും ആശങ്കാജനകമായ നിലയിൽ തുടരുകയാണ്. വളരെ മോശം വിഭാഗത്തിലാണ് നിലവിലെ വായു ഗുണനിലവാരം. പഞ്ചാബിൽ ശൈത്യതരംഗം കൂടുതൽ ശക്തി പ്രാപിച്ചു. പല ജില്ലകളിലും ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെടുന്ന കനത്ത മൂടൽമഞ്ഞ് ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. റെയിൽ, റോഡ്, വിമാന സർവീസുകളും മൂടൽമഞ്ഞ് പ്രതികൂലമായി ബാധിച്ചു. തുടർന്ന് ജലന്ധർ ഉൾപ്പെടെ 12 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. റോഡുകളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് 4 ദിവസം കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പഞ്ചാബിന്റെ ചില ഭാഗങ്ങളിൽ ഞായറാഴ്ച വരെയും ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച വരെയും മൂടൽമഞ്ഞ് തുടരും. കുറഞ്ഞ താപനിലയിൽ വരും ദിവസങ്ങളിൽ സാരമായ മാറ്റം വരില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ശബരിമലയിൽ മണ്ഡല പൂജ കഴിഞ്ഞ് അയ്യനെ കണ്ട് മലയിറങ്ങി തീർത്ഥാടകർ. 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലത്തിലെ ഏറ്റവും വിശേഷ ദിനമായ ഇന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്ക അങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജാ ചടങ്ങുകൾ രാവിലെ 10:30-നും 11:30-നും ഇടയിൽ നടന്നു. വൻ തീർത്ഥാടക പ്രവാഹമാണ് സ്വാമിയെ ദർശിച്ച് മലയിറങ്ങുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരും സന്നിധാനത്തുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ ADGPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, കേന്ദ്ര ദ്രുതകർമ്മസേന, ദുരന്ത നിവാരണ സേന എന്നിവരും രംഗത്തുണ്ട്. മണ്ഡല പൂജയ്ക്ക് ശേഷം ഇന്ന് രാത്രി 11-ന് ശബരിമല നട അടച്ചാൽ മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് വൈകിട്ട് വീണ്ടും നട തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. അന്ന് വെളുപ്പിന് 2:46-ന് മകരസംക്രമ പൂജ നടക്കും. സാമൂഹ്യ മാധ്യമമായ യൂട്യൂബിലെ വ്യക്തിഗത അക്കൌണ്ടിന് 2 കോടി സബ്സ്ക്രൈബേഴ്സുള്ള ആദ്യ ലോക നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ചാനലിലെ വീഡിയോകൾ 450 കോടിയിലധികം പേരാണ് ഇതിനകം കണ്ടത്. സബ്സ്ക്രൈബേഴ്സിന്റെയും കാഴ്ചക്കാരുടെയും കണക്കുകളിൽ രാജ്യത്തെയും ആഗോളതലത്തിലെയും സമകാലിക നേതാക്കളുടെ യൂട്യൂബ് ചാനലുകളേക്കാൾ മുന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചാനൽ. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കും. മൻ കി ബാത്തിന്റെ 108-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവെക്കാം. നമോ ആപ്പ്, മൈ GOV ഫോറം, ടോൾ ഫ്രീ നമ്പറായ 1800-117800 എന്നിവയിലൂടെയും 1922-ൽ മിസ് കോൾ ചെയ്ത ശേഷം SMS-ലൂടെയും ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനമായ ഇന്ന് ഇന്ത്യയുടെ ബാറ്റിംഗ് ഉച്ചയ്ക്ക് 1:30-ന് പുനരാരംഭിക്കും. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 8 വിക്കറ്റിന് 208 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. ഇന്നലെ മഴയെ തുടർന്ന് 59 ഓവറിന് ശേഷം കളി നിർത്തിവെക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 396 പോയിന്റ് ഉയർന്ന് 71,733-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 119 പോയിന്റ് നേട്ടത്തിൽ 21,561-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 10 രൂപ കൂടി 5,850 രൂപയും പവന് 80 രൂപ വർദ്ധിച്ച് 46,800 രൂപയുമാണ് ഇന്നത്തെ വില. ജപ്പാനിലെ കഷിവസാക്കി കരിവ ആണവ നിലയത്തിന് മേൽ 2 വർഷം മുൻപ് പ്രഖ്യാപിച്ച ഉപരോധം ജപ്പാൻ ആണവ നിയന്ത്രണ അതോറിറ്റി നീക്കം ചെയ്തു. ഇതോടെ നിലയം വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നതിന് വഴിയൊരുങ്ങി. ഫുക്കുഷിമ ആണവ ദുരന്തത്തെ തുടർന്ന് ജപ്പാനിലെ എല്ലാ ആണവ നിലയങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെക്കുന്നതിന്റെ ഭാഗമായി 8,212 മെഗാവാട്ട് ശേഷിയുള്ള നിലയം 2011 മുതൽ നിർജ്ജീവമാണ്. എന്നാൽ ജപ്പാൻ തീരദേശത്തെ നിഗറ്റ പ്രവിശ്യയുടെ ഭരണ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുള്ളൂ. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡ്രോവുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, ധനകാര്യം, കണക്ടിവിറ്റി, ഊർജ്ജം, വ്യോമയാനം എന്നീ മേഖലകളിലെ സഹകരണത്തെ സംബന്ധിച്ച് ഇരുവരും വിലയിരുത്തി. ആണവോർജ്ജം, ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ കരാറുകളിലും ഇരു നേതാക്കളും ഒപ്പുവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്നു. ജനങ്ങളെ കേൾക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് സങ്കല്പ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുവിലെത്തി. ശബരിമലയിൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് മണ്ഡല പൂജാ ചടങ്ങുകൾ നടന്നു. അയ്യനെ കണ്ട് മലയിറങ്ങി തീർത്ഥാടകർ.
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ഡൽഹിയിലും പഞ്ചാബിലും മൂടൽമഞ്ഞ് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.